ഭീകര സംഘടനയെന്ന് കോടതി പോലും പറഞ്ഞ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന തലത്തിലുള്ള ഒരു സമ്മേളനം കഴിഞ്ഞ ദിവസം സർക്കാർ ആശീർവാദത്തോടെ ആലപ്പുഴയിൽ നടന്നു. ആലപ്പുഴയെ അലക്കടലായി മാറ്റിയ സമ്മേളനത്തിന് കേരളത്തിന്റെ മുക്കിലും മൂലയിലും നിന്നും എത്തിയത് പതിനായിരങ്ങൾ. ടോൾ പ്ലാസയുടെ നിയന്ത്രണം പോലും പോലീസ് അവർക്ക് കൈമാറി. തീവ്രവാദികൾക്ക് ഹാലിളകാതിരിക്കാൻ റാലി പോകുന്ന വഴിയിലെ കടകളെല്ലാം അടപ്പിച്ചു. ഈ പതിനായിരങ്ങൾ എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്നതിന്റെ നേർസാക്ഷ്യമായിരുന്നു അവിടെ മുഴങ്ങിക്കേട്ട കുരുന്നിന്റെയും അതേറ്റെടുത്തു പാടിയവരുടെയും ശബ്ദകോലാഹലങ്ങൾ. പിതാവിന്റെ തോളിലിരുന്ന് അതിതീവ്രമായ മതവിദ്വേഷത്തിന്റെ വിഷം പുരട്ടിയ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന ഒരു കൊച്ചു ബാലകനെ ആ വീഡിയോയിൽ കണ്ട് സാംസ്കാരിക കേരളം പരമദയനീയമെന്ന് പറഞ്ഞ് നെഞ്ചത്തടിക്കുകയാണ്. മുൻപ് നൈജീരിയയിലും ലിബിയയിലും കാഫിറുകളെന്നു പറഞ്ഞ് ക്രൈസ്തവരെ വെടിവെച്ചു കൊല്ലുകയും കഴുത്തറുക്കുകയും ചെയ്യുന്ന കുട്ടി ഭീകരന്മാരുടെ വീഡിയോകൾ ISIS പുറത്തുവിട്ടിട്ടുണ്ട്. ഈ കുരുന്ന് അത്തരമൊരു ഓർമ്മയാണ് കേരളത്തിനും നൽകുന്നത്. കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തുവെച്ചോടാ, അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തുവെച്ചോടാ, വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ. മര്യാദയ്ക്ക് ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം, മര്യാദയ്ക്ക് ജീവിച്ചില്ലേൽ നമുക്കറിയാം ആസാദി. ഇങ്ങനെ പോകുന്നു കൊലവിളി വാക്കുകൾ. മരണാനന്തര ചടങ്ങുകളിൽ ക്രിസ്തീയ സമൂഹം കുന്തിരിക്കം സാധാരണയായി ഉപയോഗിക്കാറുണ്ട്. ഹിന്ദുക്കളാകട്ടെ അരിയും മലരും പൂവുമൊക്കെ ഉപയോഗിച്ചാണ് അവരുടെ മരണാനന്തര കർമ്മങ്ങൾ നടത്തുന്നതും. അതുകൊണ്ട് ഈ സമൂഹത്തിലെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനെയും കൊല്ലുമെന്ന പരസ്യമായ കൊലവിളിയാണ് ഇവിടെ പോപ്പുലർ ഫ്രണ്ട് കീ കൊടുത്ത് വെറും പാവയായ ആ കൊച്ചുപയ്യൻ കരഞ്ഞു കേൾപ്പിക്കുന്നത്. തോളിലിരിക്കുന്ന ശബ്ദം പോലും ഉറച്ചിട്ടില്ലാത്ത ആ കുരുന്നു ബാല്യത്തിന്റെ ഇടറുന്ന തേങ്ങൽ പോലെയുള്ള മുദ്രാവാക്യം കേൾക്കുമ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യാനിയും ഹിന്ദുവും പേടിച്ചു വിറച്ച് ഉറക്കത്തിൽ കിടന്ന് ഞെട്ടി കിടക്ക ചീത്തയാക്കുമെന്ന് ആ കുഞ്ഞിന് താളമിട്ടുകൊടുത്ത മതവെറി തലയ്ക്കു പിടിച്ചവർ ചിന്തിച്ചിട്ടുണ്ടാകണം. ഇത്ര ചെറിയ പ്രായത്തിൽ ആ കുരുന്നുബാല്യം വിളിച്ചു പറയുന്നു, മര്യാദയ്ക്ക് ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം, ഇല്ലെങ്കിൽ അവർക്കറിയാം ആസാദി എന്നാണ്. ആസാദി എന്നാൽ സ്വാതന്ത്ര്യമാണെന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിക്കാനിടയുണ്ട്. ആസാദി എന്ന ഈ വാക്ക് ഈ അടുത്ത കാലത്ത് ഉയർന്നു കേട്ടത് JNUവിൽ സമരം നടക്കുമ്പോളായിരുന്നു. എന്നാൽ അതിനു മുൻപും ഇസ്ലാം മത തീവ്രവാദികൾ ജമ്മു കാശ്മീരിൽ ആസാദി എന്ന് വിളിച്ചിരുന്നു. പിന്നീട് ആസാദി വ്യക്തമായി വെളിപ്പെട്ടത് കാശ്മീർ പണ്ഡിറ്റുകളുടെ ജീവിതത്തിന്റെ നേർചിത്രം വരച്ചുകാട്ടി തന്ന കാശ്മീരി ഫയൽ എന്ന സിനിമയിലാണ്. ആ സിനിമയിൽ ആസാദി എന്നത് പൂർണ്ണമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഒരു ജനവിഭാഗത്തെ അവർ ജീവിക്കുന്ന മണ്ണിൽ നിന്ന് പലായനം ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ അവരെ പൂർണ്ണമായി നശിപ്പിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ആസാദി എന്ന പദം പ്രയോഗിക്കുന്നത്. ആ ആസാദി എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് ഞങ്ങൾക്കറിയാം എന്നാണ് ഇത്തിരിപ്പോന്ന ആ തോളിലെ ചെക്കൻ പൊരുളറിയാതെ വിളിച്ചു ചൊല്ലിയത്. നന്നായി പഠിച്ച് നല്ല വിദ്യാഭ്യാസം കരഗതമാക്കി സമപ്രായക്കാരായ കുട്ടികളുടെ കൂട്ടത്തിൽ അവധിക്കാലം ആഘോഷിക്കേണ്ട ഈ ദിവസങ്ങളിൽ ആഗോള ഇസ്ലാം ഭീകരതയുടെ വക്താവായി കോലം കെട്ടേണ്ടി വന്ന ആ കുരുന്നിന്റെ ദുരവസ്ഥയോർത്ത് കേരള സമൂഹം മുഴുവനും ഖേദിക്കുകയാണ്. ജമ്മു കാശ്മീരിനെ നോക്കി ഇവർ ഒരു പാഠം കൂടി പഠിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇതുപോലെയുള്ള പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ ഒരു കാലത്ത് ഉയർന്നുകേട്ട സ്ഥലമാണ് ജമ്മു കാശ്മീർ. എന്നാൽ ഇന്ന് കാശ്മീരിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ അന്ന് ഇതുപോലെ ആവേശത്തോടെ കൊലവിളി മുദ്രാവാക്യം മുഴക്കിയ ഭീകരന്മാരെല്ലാം ഇന്ന് എവിടെയാണ് പണിയെടുക്കുന്നത് എന്നു കാണാം. അതുകൊണ്ട് കുഞ്ഞേ, നീ ആ തോളത്തുനിന്നും ഇറങ്ങി ജമ്മു കാശ്മീരിന്റെ ചരിത്രമൊക്കെയൊന്ന് വായിച്ചു പഠിക്ക്. അപ്പോൾ മനസ്സിലാകും ആവേശത്താൽ പറഞ്ഞത് അങ്ങേയറ്റം അബദ്ധമായി പോയെന്ന്. കേരളത്തിന്റെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ വിള്ളൽ വീഴ്ത്തുന്ന ഇസ്ലാം തീവ്രവാദികളുടെ ഈ പരാക്രമങ്ങൾ കണ്ട പിണറായിയുടെ പോലീസിന് കഴിഞ്ഞ 3 ദിവസമായി ഒരു വികാരവും പ്രത്യേകിച്ച് തോന്നിയില്ല. സമൂഹത്തിലെ അനാരോഗ്യപരമായ പ്രവണതകൾക്കെതിരെ പ്രതികരിച്ച PC-യെ
അറസ്റ്റ് ചെയ്യാൻ വൈകി എന്നു പറഞ്ഞു കരഞ്ഞ പ്രതിപക്ഷവും അങ്ങനെ തന്നെ. ഒടുവിൽ ദേശീയ ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടതോടെ നിൽക്കക്കളിയില്ലാതെയായി. ഇപ്പോൾ പ്രതികരിച്ചു എന്നഭിനയിക്കാൻ എല്ലാവരും നിറഞ്ഞിരിക്കുകയാണ്. ഏതായാലും പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ കച്ചമുറുക്കി ഇറങ്ങിയവർ ഈ പൊടിച്ചെറുക്കനെ തോളിലേറ്റിയവരെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവരട്ടെ.